മോഹൻ കുന്നുമ്മലിനെ RSS നേതാവിനോട് ഉപമിച്ചുള്ള ചിത്രമാണ് ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ പല വിഷയങ്ങളിലെ പല പ്രതിഷേധങ്ങൾ കൊണ്ട് സംഘർഷഭരിതമാകുന്നു നാട് എന്ന് ഉറപ്പായും പറയാം. ഇപ്പോൾ കേരള സർവകലാശാലയിൽ അത് പക്ഷേ മോഹൻ കുന്നുമ്മൽ ചിത്രം തന്നെയല്ലേ ആണോ അതറിഞ്ഞൂടാ. അത് മോഹൻ കുന്നുമ്മൽ ഒരു RSS നേതാവിനെ പോലെ നിൽക്കുന്ന RSS നേതാവിന് അവർ ഈ RSSൻ്റെ എന്താണ് അവരുടെ വേഷം വേഷം വിട്ടു നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ വെച്ചിട്ടാണ് അവിടെ SFIയുടെ പ്രതിഷേധം. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നു അവിടെ. ഉമേഷ്, എന്താണ് നേരത്തെ പ്ലാൻ ചെയ്ത പ്രതിഷേധമാണോ ഇത്? ഈ പ്രതിഷേധത്തിന് ഇന്ന് കൂടുതൽ തുടർച്ച പറയുന്നുണ്ട് SFI. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി പ്രശ്നഭരിതമാകും സർവകലാശാല പരിസരം. ഉമേഷ്, തീർച്ചയായും SFI പ്രവർത്തകർ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഏതെങ്കിലും രീതിയിൽ സിസ തോമസ് ഇവിടെ എത്തുകയാണെങ്കിൽ പ്രതിഷേധങ്ങൾ നടത്താനുള്ള സിസ തോമസ് താൽക്കാലിക VC സിസ തോമസ് ഉടൻ ഇവിടെ എത്താൻ സാധ്യതയില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ മോഹനൻ കുന്നുമ്മലിനെ ഒരു RSS പ്രവർത്തകൻ എന്ന രീതിയിലേക്ക് ആ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു ഫ്ലെക്സ് വെച്ച് പ്രതിഷേധിക്കുന്നത്. നേരത്തെ തന്നെ CPM സംഘടനകളുടെയും എല്ലാം ആരോപണം മോഹൻ കുന്നുമ്മേൽ ഒരു RSS പ്രവർത്തകനായി ഇവിടെ പ്രവർത്തിക്കുന്നു, ഇതൊരു ആ രീതിയിലുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. എന്നാലും അത് സാധൂകരിക്കുന്ന ആ ഒരു സർവകലാശാല വൈസ് ചാൻസലറുടെ ഫോട്ടോ ഒരു RSS പ്രവർത്തകന്റെ ഫോട്ടോ ആയി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധം എന്തായാലും പ്രതീകാത്മകമായ പ്രതിഷേധമാണ്. മറ്റ് മുദ്രാവാക്യം വിളിയോ ഒന്നുമില്ല. എന്തായാലും പോലീസ് കനത്ത സുരക്ഷയാണ്, നമുക്ക് ചുറ്റും കനത്ത പോലീസ് സുരക്ഷയുണ്ട്. ആ ഒരു കനത്ത പോലീസ് സുരക്ഷയ്ക്കിടയിലാണ് ഇത്തരമൊരു പ്രതിഷേധം. നേരത്തെയും സമാനമായി മോഹനൻ കുന്നുമ്മേലിന്റെയും ഒപ്പം വൈസ് ചാൻസലർ രാജേന്ദ്ര അലേക്കറുടെയും ഫോട്ടോ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് സമാനമായി ഇവിടെ ഇവർ പ്രദർശിപ്പിച്ചിരുന്നു. അന്ന് പോലീസ് ഇടപെട്ട് കൂടാതെ ഗാന്ധിയുടെയും അംബേദ്കറുടെയും ഫോട്ടോ വെക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും പോലീസിന്റെ ചില ഇടപെടലിനെ തുടർന്ന് മാറ്റിയിരുന്നു. എന്തായാലും പോലീസ് ഇപ്പോൾ ഇതെടുത്ത് മാറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഇനി അറിയേണ്ടത്. എന്തായാലും നിങ്ങൾ പോലീസ് എടുത്ത് മാറ്റാൻ പോവുകയാണോ? മാറ്റിയാൽ എന്ത് ചെയ്യും? പോലീസ് മാറ്റി നോക്കട്ടെ, മാറ്റിയാൽ വീണ്ടും കിട്ടും. ഇതൊന്നല്ല, ഇവിടെ ഒരു 100-100 കിട്ടാൻ വേണ്ടി പോകും. നേരത്തെ തന്നെ നിങ്ങളുടെ ഒരു ആരോപണമാണ് ഇതൊരു മോഹൻ കുന്നുമ്മേൽ ഒരു RSS പ്രവർത്തകനെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. അത് ആരോപണം മാത്രമല്ല, അത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ മറച്ചു വെക്കുന്നതിനാണ് മാധ്യമ പ്രവർത്തകർ. യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. കാരണം RSS എന്താണോ പറയുന്നത് അത് മാത്രമല്ലേ ചെയ്യുന്നത്. അദ്ദേഹം വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി വരുന്നില്ല. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം? ആ പ്രശ്നം നിങ്ങൾക്ക് ഇപ്പോൾ സ്വാഭാവികമായി വൻ പ്രശ്നങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഒരു ഭരണതലത്തിൽ വൻ പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടോ ഈ സമയത്ത്? അഡ്മിഷൻ നടക്കുകയാണ്, നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വിദ്യാർത്ഥികളെ ബാധിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ വിഷയങ്ങൾക്കകത്തെല്ലാം SFI പരാതിയെല്ലാം നൽകി, അല്ലെങ്കിൽ യൂണിയനുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടിയന്തരമായി പരിഹരിക്കണം. അത് ഒരു ഘട്ടം, ഇപ്പുറത്തിരിക്കുന്ന മറ്റൊരു വിഷയം. അല്ലാതെ സർവകലാശാലയെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തുന്നു. VCക്കെതിരാണ് SFIയുടെ പ്രതിഷേധം. അവിടെ മോഹൻ കുന്നുമ്മൽ ഒരു RSS വേഷധാരിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടാണ് പ്രതിഷേധം അവിടെ നടക്കുന്നത്. അപ്പോൾ കേരള സർവകലാശാല അങ്ങനെ സംഘർഷപരമായി തുടരുന്നു.